വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, മിക്സിൻ്റെ ജാറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നതിനും നല്ലത് നമുക്ക് പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങുന്നതല്ലേ നല്ലതെന്ന്. അങ്ങനെയുള്ളവർ അങ്ങനെ വാങ്ങുക കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനെക്കാട്ടും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഐസ്ക്രീം എന്നല്ല, നമ്മൾ ഏതൊരു കാര്യം പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇളനീർ ഐസ്ക്രീമാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കുക കേട്ടോ. നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം എത്രയാണോ അളവ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫ്രഷ് ക്രീം എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇളനീരാണ്. അപ്പം അധികം കട്ടിയില്ലാത്തതും അതുപോലെ തന്നെ തീരെ കട്ടി കുറഞ്ഞതുമല്ല, അതിൻ്റെ ഇടയിൽ ുള്ള ആ ഒരു പാകത്തിനുള്ളത് വേണം കേട്ടോ ഇളനീര് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 ഇളനീരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കേണ്ടത്. ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് 10 രൂപേൻ്റെ പാക്കറ്റിലുള്ള മിൽക്ക് പൗഡർ വാങ്ങലില്ലേ, അങ്ങനത്തെ ഒരു 2 പാക്കറ്റ് വാങ്ങിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വിപ്പിംഗ് ക്രീമിൽ നമുക്ക് മധുരം ഉണ്ടാവും, എന്നാലും നമ്മളതിലേക്ക് ഇളനീരും തേങ്ങാപ്പാലൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് തന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ 200 ഗ്രാമിൻ്റെ മിഠായി മേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 66 രൂപയാണ് കേട്ടോ. ചെറിയ ടിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ആ ഒരു 200 ഗ്രാമിൻ്റെ ഒരു ടിന്ന് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു അളവിലേക്ക് കറക്റ്റാണ് കേട്ടോ മധുരം. എന്താ പറയുക, ഒരുപാട് മധുരം ഇല്ല. ഇനിയിപ്പം അത്യാവശ്യം നല്ല മധുരത്തോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 100 ഗ്രാമും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 300 ഗ്രാം വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. അപ്പോൾ നമ്മളിതിലേക്ക് ഇളനീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം എന്നാണെങ്കിൽ ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിലേക്ക് ഇളനീര് നമ്മൾ മിക്സീൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതും മിൽക്ക് മെയ്ഡും മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെ ക്ലിങ് ഫിലിം വെച്ചിട്ടൊക്കെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ ഒരു ഐസ്ക്രീമിൽ ഒന്ന് തട്ടി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഐസിൻ്റെ ക്രിസ്റ്റലൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞതൊരു 8-9 മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു സ്കൂപ്പർ ഉള്ളതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ കുഴിയുള്ള എന്തെങ്കിലും ഒരു കയ്യിൽ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഒരു സ്കൂപ്പർ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഐസ്ക്രീം. അപ്പോൾ ഞാനിവിടെ ഐസ്ക്രീം അരമുറി തേങ്ങയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഞാനിതിന് മുന്നേ മാംഗോ ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അല്ലേ, അത്ര സമയം വേണ്ടുള്ളൂ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അങ്ങനെ ഐസ്ക്രീമിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഇതിനാണ് കൂടുതൽ നിന്ന് കേട്ടോ. നമ്മളിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. ഈ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് പാൽ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും കുറച്ചും കൂടിയും നല്ല ടേസ്റ്റിലും ഒക്കെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നമുക്ക് കൂടുതലും നല്ലത്. ഇപ്പം മാംഗോൻ്റെ സീസണൊക്കെയാണ്, അപ്പം ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ് അല്ലേ. അപ്പം മാംഗോ ഐസ്ക്രീം, അതുപോലെ തന്നെ ഇതുപോലെ ടെൻഡർ കോക്കനട്ട്, ബട്ടർ സ്കോച്ച്, അങ്ങനെ നമുക്ക് ഒരുപാട് ഫ്ലേവറിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതെ കുട്ടികൾ വീട്ടിലിരിക്കുന്ന സമയമാണല്ലേ, അപ്പോൾ അവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും ഐസ്ക്രീം, ഐസ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയത് തന്നെ എന്തൊരു എളുപ്പത്തിലാണ്. ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഐസ് സ്റ്റിക്കായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് അതിൻ്റെ ആ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം ഏകദേശം ഒരു 8-9 മണിക്കൂർ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ഐസ് സ്റ്റിക്കായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെയും പറ്റും കേട്ടോ. നമുക്ക് നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സ് അതിലേക്ക് പാലൊഴിച്ചിട്ട് അതൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം കുറച്ച് കൊക്കോ പൗഡറും ചേർത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഐസ്ക്രീമോ ഐസ് സ്റ്റിക്കോ ഒക്കെ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കാനല്ലേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഐസ്ക്രീം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.